So next we are going to discuss about the Euler's theorem. And Euler's theorem was propounded by a Swiss mathematician Leonhard Euler, and in his model he made a solution to this problem through the homogeneous production function. He assumed a homogeneous production function, and according to him the total product will get exhausted if we are paying the factor payment according to the what you call the marginal productivity of that factor, and there will be no surplus or deficit. And marginal productivity theory എന്താണ് പറയുന്നത്? Each factor of production is paid remuneration equal to its marginal product. അപ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറിയിൽ പറയുന്നത് നമ്മൾ ലേബറിന് കൊടുക്കുന്ന വേജ് എന്തിൻ്റെ ബേസിസിലാണ്? ആ ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അതായത് അവരുടെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്, അവർ ടോട്ടൽ പ്രൊഡക്റ്റിൽ വരുത്തിയ വ്യത്യാസം അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വേജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. സോ ഇഫ് we are paying the factor prices are paid according to the marginal product, then total product will get exhausted without leaving surplus or deficit. അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ് അവിടെ തീർന്നു പോകും, അവിടെ വേറെ ഒന്നും അവശേഷിക്കില്ല. there will be no surplus or there will be no deficit. നമ്മുടെ യൂലേഴ്സ് തിയറം നമ്മൾ ഒന്ന് നോക്കുമ്പോൾ നമുക്കറിയാം Q equal to marginal physical product of labor into labor plus marginal physical product of capital into capital. ഇത് നമുക്കറിയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം Q is equal to dou Q by dou L into L plus dou Q by dou K into K. അപ്പോൾ ഇതിനകത്ത് dou Q by dou L, ഡോ ക്യൂ ബൈ ഡോ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് തന്നെയാണ്. മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലേബർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ നമ്മൾ കാണുന്ന ആ കമ്മോഡിറ്റി ടേംസിൽ ഫിസിക്കലായിട്ട് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്, അതാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്. അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ്, അതായത് ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് 1, അതാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്. ദാറ്റ് ഇസ് ഡോ ക്യൂ ബൈ ഡോ എൽ. നമ്മൾ ലേബർ ചേഞ്ച് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റിയിൽ വന്ന ചേഞ്ച്, അതാണ് ഡോ ക്യൂ ബൈ ഡോ എൽ. ഓക്കെ, ലേബർ യൂണിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു, അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ വന്ന ചേഞ്ച് ആണ് ഡോ ക്യൂ ബൈ ഡോ എൽ. അതാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ലേബർ പ്ലസ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ക്യൂ ബൈ ഡോ കെ. ഡോ ക്യൂ ബൈ ഡോ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്യാപിറ്റൽ നമ്മൾ അതിൻ്റെ എമൗണ്ട് നമ്മൾ കൂട്ടിയപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ വന്ന ചേഞ്ച് എത്രയാണ്, അതിൻ്റെ റേഷ്യോ ആണ് ഡോ ക്യൂ ബൈ ഡോ കെ. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദി ക്യാപിറ്റൽ. നിങ്ങൾ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തപ്പോൾ നിങ്ങൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടായ മാറ്റം എത്രയാണ്, അതാണ് ഡോ ക്യൂ ബൈ ഡോ കെ. ദാറ്റ് ഈസ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ് ഈ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു ലേബർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഷെയർ ഓഫ് ലേബർ. ഇതെന്താണ്? ഷെയർ ഓഫ് ലേബർ. ആൻഡ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു കെ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഷെയർ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? നമുക്ക് 1 കിട്ടണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു P into Q divided by P into Q equal to W into L divided by P into Q. ആ W into L divided by P into Q തന്നെയാണ് എന്ത് പറയുന്നത്? ഷെയർ ഓഫ് ലേബർ. അതുപോലെ തന്നെ R into K divided by P into Q എന്നുള്ളതാണ് ഷെയർ ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ Q എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. Q ഈക്വൽ ടു എം പി പി ഓഫ് എൽ ഇൻറ്റു ലേബർ പ്ലസ് എം പി പി ഓഫ് കെ ഇൻറ്റു ക്യാപിറ്റൽ. അപ്പോൾ എം പി പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഇനി Q എന്ന് പറഞ്ഞാൽ എന്താണ്? Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട്. ഓക്കെ,
MPP എന്ന് പറഞ്ഞാൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ്. അപ്പോൾ MPP L എന്ന് പറഞ്ഞാൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, MPPK എന്ന് പറഞ്ഞാൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ഡോ ക്യൂ ബൈ ഡോ എൽ ആണ് MPPL, ഡോ ക്യൂ ബൈ ഡോ കെ ആണ് MPPK. സോ in order to find out the value of output, അപ്പം നമ്മൾ ഈ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണിത്, എത്രയാണ് ക്വാണ്ടിറ്റി. അപ്പം നമ്മൾ ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മോണിറ്ററി വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിൻ്റെ മണി ടേംസിൽ പറയുന്നത് എത്ര രൂപയാണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു മൾട്ടിപ്ലൈ ദിസ് വിത്ത് പ്രൈസ്. അപ്പം നമ്മൾ പ്രൈസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രൈസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് വരും, P ഇൻറ്റു ക്യൂ ഈക്വൽ ടു MPP ഓഫ് L ഇൻറ്റു P ഇൻറ്റു L പ്ലസ് MPP ഓഫ് K ഇൻറ്റു P ഇൻറ്റു K. അപ്പോൾ ഇങ്ങനെ വരും. അതായത് നമ്മൾ ഈ ഇക്വേഷനോട് ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വിചാരിക്കുക, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുവാണ്, നമ്മൾ പീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അത് ഒന്ന് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുവാണ്, ഓരോ ടേമിനും നമ്മൾ P കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ P ഇൻറ്റു ക്യൂ ഈക്വൽ ടു MPP ഓഫ് L ഇൻറ്റു P ഇൻറ്റു L അതുപോലെ തന്നെ ഉണ്ട്. അതുപോലത്തെ MPP ഓഫ് K ഇൻറ്റു P ഇൻറ്റു K. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ അവിടെ അങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചിട്ട് അത് വേറെ നമുക്ക് എന്താണ് ഈ MPP ഓഫ് L ഇൻറ്റു P എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ എന്താണ് MPP ഓഫ് L ഇൻറ്റു P, മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു ദ പ്രൈസ്. അതെന്താണ്, വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, VMP ഓഫ് L ആണ്. MPP ഓഫ് L ഇൻറ്റു P ഈക്വൽ ടു വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ആൻഡ് ഇതെന്താണ്, വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. സോ നമ്മൾ ആദ്യം എന്താണ് എഴുതിയത്, Q ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എൽ ഇൻറ്റു L പ്ലസ് ഡോ ക്യൂ ബൈ ഡോ കെ ഇൻറ്റു കെ. അവിടെ ഡോ ക്യൂ ബൈ ഡോ എൽ ഇൻറ്റു L എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് MPP ഓഫ് ലേബർ ആണ് ഡോ ക്യൂ ബൈ ഡോ എൽ ഇൻറ്റു L പ്ലസ് ഡോ ക്യൂ ബൈ ഡോ കെ ആണ് MPP ഓഫ് K ഇൻറ്റു കെ. ഓക്കെ, സോ അടുത്തതിൽ നമ്മൾ എഴുതി, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. നമുക്ക് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അത് പ്രൈസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് വേണ്ടത്. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ ഈച്ച് ടേം ഓഫ് ദിസ് ഇക്വേഷൻ ബൈ P. അപ്പോൾ P ഇൻറ്റു ക്യൂ ഈക്വൽ ടു MPP ഓഫ് L ഇൻറ്റു P ഇൻറ്റു L പ്ലസ് MPP ഓഫ് K ഇൻറ്റു P ഇൻറ്റു K. ഓക്കെ, ഈ ടേമിൻ്റെ കൂടെ പിയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഈ പി ക്യൂ ഈക്വൽ ടു എന്ത് വരും, MPP ഓഫ് L ഇൻറ്റു P എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു ലേബർ പ്ലസ് MPP ഓഫ് K ഇൻറ്റു P എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി P ഇൻറ്റു ക്യൂ ഈക്വൽ ടു വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻറ്റു L പ്ലസ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു amount of capital. അപ്പോൾ നമുക്ക് അങ്ങനെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, P ഇൻറ്റു ക്യൂ ഈക്വൽ ടു വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് K പ്ലസ് വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, സോ ഇതാണ് ആഡിങ് അപ്പ് പ്രോബ്ലം. സോ ആഡിങ് അപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ VMP, പേയ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ VMP. അപ്പോൾ ആഡിങ് അപ്പ് പ്രോബ്ലം നോക്കുക, പേയ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ VMP എക്സോസ്റ്റ് വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ഫാക്ടേഴ്സ് ആഡ് ടു യൂണിറ്റി. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മൾ ആഡിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആഡ് ചെയ്യുവാണ്, എന്തൊക്കെ ആഡ് ചെയ്യുവാണ്, VMP വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലും വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ കയ്യിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ 3000 കിട്ടുവാണ്, ഇവിടെയും 3000 കിട്ടുവാണ്, മോണിറ്ററി വാല്യൂ കിട്ടുവാണ്, നിങ്ങൾക്ക് കിട്ടുവാണ്. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ റവന്യൂ ഒരു മാസം നിങ്ങൾ ഇപ്പം
കഫേ കോഫിയുടെ അവിടെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് ഒരു മാസം കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട്, നിങ്ങൾക്ക് കോസ്റ്റ്, അതായത് കോസ്റ്റായിട്ട് വരുന്ന എന്താണ് ലേബറിൻ്റെ കോസ്റ്റും ക്യാപിറ്റലിൻ്റെ കോസ്റ്റും കൂട്ടിയാൽ നിങ്ങൾ 50,000 വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ടോട്ടൽ എന്താണ്, ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വിൽ എക്സോസ്റ്റ് അവിടെ തീർന്നു പോയി അല്ലേ. നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, 1 ലക്ഷം നിങ്ങൾക്ക് ഇല്ല, കയ്യിലില്ല. അതാണ് അവിടെ പറയുന്നത് ദ പേയ്മെൻറ്റ് ഓഫ് ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു ദർ VMP. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ദർ VMP ആണെങ്കിൽ ഇറ്റ് വിൽ ജസ്റ്റ് എക്സോസ്റ്റ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ഫാക്ടർ ഷെയർഡ് അപ് ടു യൂണിറ്റി ആഡഡ് ടു യൂണിറ്റി. അവരുടെ ഫാക്ടർ ഷെയർ എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഇഫ് വി ആഡ് ലേബർ കോസ്റ്റ് ആൻഡ് ലേബർ ക്യാപിറ്റൽ കോസ്റ്റ് ഇറ്റ് വിൽ ഈക്വൽ ടു ടോട്ടൽ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ്. ഇതാണ് ആഡിങ് അപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. ലേബറിൻ്റെ കോസ്റ്റും ക്യാപിറ്റലിൻ്റെ കോസ്റ്റും അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഓഫ് പ്രൊഡക്റ്റിന്, ടോട്ടൽ വാല്യൂ ഓഫ് പ്രൊഡക്റ്റിന് ഈക്വൽ ആണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഈ ആഡിങ് അപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ആഡിങ് അപ്പ് പ്രോബ്ലത്തിൽ Q ഈക്വൽ ടു ഡോ Q ബൈ ഡോ L ഇൻറ്റു L പ്ലസ് ഡോ Q ബൈ ഡോ K ഇൻറ്റു K. അപ്പോൾ ഡോ Q ബൈ ഡോ L എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അതെന്താണ്? നമ്മൾ ലേബർ യൂണിറ്റ് ഇപ്പം 10ൽ നിന്ന് 15 യൂണിറ്റ് ആയിട്ട് നമ്മൾ ലേബറിനെ, നമ്മൾ ലേബർ 10 ആയിരുന്നു ആദ്യം, 15 ആയിട്ട് നമ്മൾ ഇപ്പം മാറ്റി. അപ്പോൾ 10ൽ നിന്ന് 15 ആക്കിയപ്പം നമ്മളെ ടോട്ടൽ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതിൻ്റെ റേഷ്യോയിനാണ്, അതിൻ്റെ ചേഞ്ചിൽ വന്ന ആ റേഷ്യോയിനാണ് നമ്മൾ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോ Q ബൈ ഡോ K എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റിലുള്ള ചേഞ്ച് എന്ത് കാരണം? നമ്മൾ ക്യാപിറ്റൽ ചേഞ്ച് ചെയ്ത കാരണം ടോട്ടൽ പ്രൊഡക്റ്റിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? ആ ചേഞ്ചിൻ്റെ റേഷ്യോ, ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ചേഞ്ച് ഇൻ Q ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. അതാണ് മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ Wicksteed in his book Coordination of Laws of Distribution proved that payment as per their marginal productivity to each factor exhausts total product completely. അപ്പം നിങ്ങൾ ഇപ്പം കണ്ടത് ആഡിങ് അപ്പ് പ്രോബ്ലം ആണ്. വിക്സ്റ്റീഡ് അവർ പറഞ്ഞത് പ്രകാരം കോർഡിനേഷൻ ഓഫ് ലോസ് ഓഫ് പ്രൊഡക്ഷൻ അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. അപ്പോൾ അതിനകത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്താണ്? അവർ മാർജിനൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവർ കൊടുക്കുന്നുണ്ടെങ്കിലും ഫാക്ടേഴ്സ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ദെൻ ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ എക്സോസ്റ്റ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, if payments are paid according to their VMP, value of marginal product, the total value of output will exhaust and the factor share will be equal to unity. ഇതാണ് യൂലേഴ്സ് തിയറം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം അല്ലെങ്കിൽ ആഡിങ് അപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് എക്സോഷൻ തിയറം ഓർക്കുക, ടോട്ടൽ പ്രൊഡക്റ്റ് വിൽ എക്സോസ്റ്റ് if the factors are paid according to their marginal product. അതുപോലെ തന്നെ എന്താണ് ആഡിങ് അപ്പ് പ്രോബ്ലം? ആഡിങ് അപ്പ് നമ്മൾ ഷെയർ ഓഫ് ക്യാപിറ്റലും ഷെയർ ഓഫ് ലേബറും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ടോട്ടൽ വാല്യൂവിനോടാണ് ഈക്വൽ എങ്കിൽ, ടോട്ടൽ വാല്യൂ ഈ ഷെയർ ഓഫ് ക്യാപിറ്റലും ഷെയർ ഓഫ് ലേബറിനും ഈക്വൽ ആണെങ്കിൽ അവിടെ നിങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല എന്നതാണ് ആഡിങ് അപ്പ് പ്രോബ്ലം പറയുന്നത്. Okay, so this is all about the adding up a problem and product exhaustion theorem or Euler's theorem. എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാർക്ക്, വിക്സ്റ്റീഡ്, വാൾറോസ് പ്രൊഡക്റ്റ് എക്സോഷൻ തിയറമാണ്. ഓക്കെ, താങ്ക് യു.